Hey guys, welcome back to Lime Thoughts. ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കിന്നിൽ മോയ്സ്ചറൈസിങ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹിമാലയയുടെ നറിഷിങ് സ്കിൻ ക്രീമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്കിൻ ക്രീമാണിത്. നമ്മൾ ഫേസിൽ എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഇത് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റാണ്. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. ഒരു ഡ്രൈനെസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ഭയങ്കര ഗ്രീസി ഇഫക്റ്റൊന്നും ഇതിനുണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ലിപ് ബാമാണ്. ഇതും അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റാണ് കേട്ടോ ലിപ്പിന് കൊടുക്കുക. ഒട്ടും ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല. ഇനി നമുക്ക് ഫേസിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡാസ്ലറിൻ്റെ മോയ്സ്ചറൈസിങ് ലിക്വിഡ് മേക്കപ്പ് വിത്ത് സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബ്രൂലിയാണ്. മീഡിയം സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഡസ്കി സ്കിൻ ടോണിനുള്ള ഒരു ഷെയ്ഡ് എടുത്തായിരുന്നു, പക്ഷേ എൻ്റെ സ്കിന്നിന് മാച്ച് ആയില്ല. കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡായിട്ട് തോന്നിയിരുന്നു. അപ്പം ഞാനത് മാറ്റി വാങ്ങിച്ചു. അപ്പോൾ ഇതെനിക്ക് കറക്റ്റ് പെർഫെക്റ്റ് മാച്ചായിട്ട് എനിക്ക് തോന്നിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഫേസിലെല്ലായിടത്തും. പിന്നെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് എല്ലാവരുടെയും ഇത് പാറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. എത്രയും ബ്ലെൻഡ് ചെയ്യുന്നുവോ അത്രയും സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ആവും കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഞാനിവിടെ കൺസീലറൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു നൈറ്റിലൊരു പുറത്ത് പോകാമെന്ന് മാത്രമായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതിന് കൺസീലറൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡാസ്ലറിൻ്റെ ക്ലാസിക് കോമ്പാക്ട് പൗഡറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 8014 ബ്രൂലി തന്നെയാണ് കേട്ടോ. അപ്പോൾ മീഡിയം സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ ഫൗണ്ടേഷനും കോമ്പാക്ട് പൗഡറും സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫേസിലെല്ലായിടത്തും ഈ ലൂസ് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മേരി ജോക്കിൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. ഇതിൽ ഡാർക്ക് പീച്ച് ഷെയ്ഡിലുള്ള ഐ ഷാഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഐലിഡിൽ എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ 18 കളേഴ്സാണ് കേട്ടോ ഈ ഒരു പാലറ്റ് വന്നിട്ടുള്ളത്. മാറ്റ് ഫിനിഷാണ് ഇത് അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു എഫക്റ്റ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഗ്ലിറ്റർ ഐ ഷാഡോ പാലറ്റ് എനിക്കുണ്ട്. അപ്പോൾ ഞാനത് വിചാരിച്ചു അതിപ്പോൾ യൂസ് ചെയ്യണ്ട, ഈ മാറ്റ് ഫിനിഷുള്ളത് യൂസ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നർ കോർണേഴ്സിലൊക്കെ ഈ പീച്ച് ഷെയ്ഡും അതുപോലെ ഔട്ടർ കോർണേഴ്സിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്ത് ഒരു സ്മോക്കി എഫക്റ്റ് കൊടുക്കാനാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മാക്കിൻ്റെ ഐലൈനർ പെന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നപ്പ് ഐലൈനർ ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്പർ ഐലൈറ്റിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പുറത്തേക്ക് ഒരു നീണ്ട വരയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഔട്ടർ കോർണറിലേക്കായിരിക്കും ഭയങ്കര തിക്ക് ആൻഡ് പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുക. ആൻഡ് ഇന്നർ കോർണറിൽ വളരെ ഫൈനായിട്ടുള്ള ഐലൈനറായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇന്നർ കോർണേഴ്സിലേക്ക് പോയിൻറ്റഡ് ആക്കിയിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐ ലുക്ക്. ഇനി നമുക്ക് കണ്ണെഴുതാം. ലാക്മെ ഐക്കോണിക് കാജലാണ് ഞാനിവിടെ കണ്ണെഴുതാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ കോർണറിലേക്ക് കുറച്ച് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു സ്മോക്കി എഫക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ ഇന്നർ കോർണറിലേക്ക് വരുമ്പോഴും ഭയങ്കര ലൈറ്റായിട്ടാണ് കാജൽ എഴുതുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ADSൻ്റെ ഐബ്രോസ് പെൻസിലാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ എവിടെ പോകുമ്പോഴും ഒരു മേക്കപ്പ് ലുക്കും ചെയ്തിട്ടില്ലെങ്കിലും ഐബ്രോസാണ് ഫില്ല് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഐബ്രോ പെൻസിലാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഷിൽസിൻ്റെ മാറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 11 ആണ്. ഇത് ആക്ച്വലി മാറ്റ് ലിപ്സ്റ്റിക് ഒന്നുമല്ല, ഗ്ലോസി എഫക്റ്റ് ആണ് കേട്ടോ ഞാനിതിട്ട് കഴിയുമ്പോൾ വരുന്നത്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതൊരു റെഡ് കളറിലുള്ള ഒരു ചില്ലി റെഡ് കളറിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ് ഫീലാണ് കേട്ടോ ലിപ്സിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്.
ലിപ്സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ ഞാനിവിടെ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഷെയ്ഡ് എനിക്ക് അത്ര ഇഷ്ടമായ കാരണം കൊണ്ടാണ് ജസ്റ്റ് ഞാനിത് ചീക്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡേ ടൈമിൽ ഞാൻ പുറത്ത് പോകുമ്പോൾ ബ്ലഷ് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇതിപ്പോൾ നൈറ്റായ കാരണം കൊണ്ടാണ് ഞാൻ ബ്ലഷ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബ്ലഷിൻ്റെ അധികം ഫാനല്ല. ഫൈനലി ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് ഞാൻ മറന്നുപോയി. ഐ തിങ്ക് ഇറ്റ്സ് മാക്സ് ഫാക്ടർ. അപ്പോൾ ഈ ഒരു മസ്കാര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഐലാഷസിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല വോളിയം തോന്നിക്കും. അപ്പോൾ ഞാൻ മുകളിലും താഴെയായിട്ട് ഐലാഷസിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. നെക്സ്റ്റ് ഹെയർ നന്നായി കോംബ് ചെയ്ത് അഴിച്ചിടാനാണ് വിചാരിച്ചത്. ബട്ട് അത് കുറച്ച് ഡിസ്കംഫർട്ടായിട്ട് തോന്നി. പിന്നെ ഒരുപാട് ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്തു. പിന്നെ പോണി ടെയിൽ തന്നെ ഫൈനലൈസ് ചെയ്തു കേട്ടോ. പോണി ടെയിൽ, ടോപ്പ് ബൺ, ബ്രെയ്ഡ് അതൊക്കെയാണ് കേട്ടോ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈല്. മുടി ഒതുങ്ങിയിരിക്കാനാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ പോകുമ്പോഴും ഈ ഹെയർ സ്റ്റൈലൊക്കെയാണ് ലാസ്റ്റ് എത്തിച്ചേരുക. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് ഓഫ് ഷോൾഡർ പീച്ച് ടോപ്പിനൊപ്പം ഒരു സ്കിൻ ഫിറ്റ് ബ്ലൂ ജീൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് പോവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ലവ് യു. ബൈ ബൈ.